Once again, welcome to another class on human reproduction. Today, we are going to discuss about the pregnancy and embryonic development. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംപ്ലാന്റേഷൻ പഠിച്ചു അല്ലേ. തുടർന്ന് എങ്ങനെയാണ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രഗ്നൻസി കണ്ടീഷൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസിൽ ഏതൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പഠിക്കുകയാണ്. റൈറ്റ്. അപ്പോൾ നോക്കൂ, ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ നമുക്കറിയാം ദ embryo having an outer layer, that layer is called chorion. Okay, outer layer is called chorion and it having some finger like projections called chorionic villi. എന്താണ് വിളിക്കുന്നത്? is called chorionic villi. ഈ chorionic villi ആണ് യൂട്ടറസിൻ്റെ ഉൾഭാഗത്ത് എൻഡോമെട്രിയൽ ലൈനിങ്ങുമായിട്ട് ഇൻ്റർഡിജിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കോമ്പിനേഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫിക്സിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, സോ ദിസ് കോറിയോണിക് വില്ലേ ഇൻ്റർഡിജിറ്റേറ്റ് വിത്ത് ദി എൻഡോമെട്രിയൽ വാൾ ഓഫ് ദി യൂട്ടറസ് ആൻഡ് ഫോംസ് എ ഫങ്ഷണൽ കണക്ഷൻ, ആൻഡ് ദാറ്റ് ഫങ്ഷണൽ കണക്ഷൻ ഈസ് നോൺ ആസ്, അതിനാണ് നമ്മൾ പ്ലാസൻഡ എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? പ്ലാസൻഡ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ അല്ലേ. പ്ലാസൻഡ ഈസ് ദ ഫങ്ഷണൽ കണക്ഷൻ ബിറ്റ്വീൻ ദി എംബ്രിയോ ആൻഡ് യൂട്ടറൈൻ വാൾ. Okay, and this placenta is a very important organ as far as the developing embryo is concerned. Okay, ഒരുപാട് ഫംഗ്ഷനുകൾ ഈ പ്ലാസൻറ്റ നിർവഹിക്കുന്നുണ്ട്. മേജറായിട്ടുള്ള ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കണം. ഒന്ന്, ഇറ്റ് പ്രൊവൈഡ് ആൾ ദി ന്യൂട്രിയൻസ് ആൻഡ് റെസ്പിറേറ്ററി ഗ്യാസ്. ഓക്കെ, റെസ്പിറേറ്ററി ഗ്യാസ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓക്സിജൻ, ഇറ്റ് പ്രൊവൈഡ് all the nutrients and respiratory oxygen to the developing embryo. Okay, second one, placenta helps to remove all the metabolic waste material and carbon dioxide which is produced inside the embryo. So the placenta also helps to remove all the metabolic waste and carbon dioxide which is produced inside the embryo. Okay, and this placenta is also acting as an endocrine tissue, an endocrine organ. First year നമ്മൾ പഠിച്ചിട്ടുണ്ട് placenta also acting as an endocrine organ. Okay, and this placenta producing various hormones, like first one is called HCG. Okay, is called HCG or human chorionic gonadotropin. Okay, HCG or human chorionic gonadotropin. Another hormone called HPL, that is human placental lactogen. Okay, placental lactogen. Then estrogen. Okay, another hormone, estrogen, is also produced by placenta. Okay, in later condition the ovary also produce another hormone called relaxin. Another hormone called relaxin. ഇവിടെയുള്ള വളരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹോർമോൺസ് ലൈക്ക് HCG, HPL ആൻഡ് റിലാക്സിൻ ആർ ഓൺലി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി പ്രഗ്നൻസി സ്റ്റേജ് ഇൻ ഫീമെയിൽ. ഓക്കെ, ഒരു ഫീമെയിലിൽ പ്രഗ്നൻസി സ്റ്റേജിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണുകളാണ് HCG, HPL, റിലാക്സിൻ. ഓക്കെ, സോ ഫീമെയിലിൽ നമ്മൾ ഹോർമോണൽ ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ട് പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ഹോർമോണുകളുടെ പ്രസൻസ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദെൻ ദിസ് പ്ലാസൻറ്റ ഹാവിങ് എ പർട്ടിക്കുലർ ഫങ്ഷണൽ കണക്ഷൻ വിത്ത് ദി embryo, and that tubular connection is called umbilical cord. Okay, പൊക്കിൾ കൊടി എന്ന് നമ്മൾ പറയാറുണ്ട്, is called umbilical cord. So umbilical cord is the connection between placenta and developing embryo. Right, നോക്കൂ, the increased production of all these hormones like HCG, HPL, estrogen and relaxin etc. are helpful for the proper maintenance of pregnancy and growth of the embryo. Right, ഇനി നോക്കൂ,
ഇന്നർ സെൽ മാസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോ ആയിട്ട് മാറ്റപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഇന്നർ സെൽ മാസ് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയറുകളായിട്ട് ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ജേം ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്ത് വരുന്നുണ്ട്. ദ ഔട്ടർ മോസ്റ്റ് ജേം ലെയർ ഈസ് കാൾഡ് എക്ടോഡേം, ഇന്നർ ജേം ലെയർ ഈസ് കാൾഡ് എൻഡോഡേം, ആൻഡ് എ മിഡിൽ ലെയർ ഈസ് ആൾസോ ഫോംഡ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് വിച്ച് ഈസ് നോൺ ആസ് മീസോഡേം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 3 ജേം ലെയറുകൾ പ്രസൻ്റ് ആയിരിക്കുന്ന എംബ്രിയോണിക് കണ്ടീഷനിൽ ഇത്തരത്തിലുള്ള 3 ജേം ലെയറുകൾ പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തെയാണ് അന്ന് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? They are known as triploblastic organism. That is why the human beings also coming under triploblastic organisms. Okay. Another important feature is that the cells of the inner cell mass capable to develop any of the tissues or organs inside our body. Hence, these cells are known as stem cells. Next, we have to discuss about the embryonic development. നമുക്കറിയാം ജസ്റ്റേഷൻ പീരീഡ് ലാസ്റ്റ് ഫോർ 9 months ആൻഡ് 9 days അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ 3 ട്രൈംസ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രൈംസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ഈച്ച് 3 months ഓഫ് ദി ജസ്റ്റേഷൻ പീരീഡ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള 3 ട്രൈംസ്റ്ററുകളാണ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിന് അത്യാവശ്യമായിട്ടുള്ളത് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടുള്ള ചേഞ്ചുകൾ ദ ഫസ്റ്റ് ട്രൈംസ്റ്റർ ഓർ ദ ഫസ്റ്റ് 3 months. ഇൻ ഫസ്റ്റ് മന്ത് ദ ഫോർമേഷൻ ഓഫ് ദ ഹാർട്ട് ടേക്സ് പ്ലേസ്. ഓക്കെ, ആദ്യത്തെ പ്രോസസ്സായിട്ട് നടക്കുന്നത് ഹേർട്ടിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ ഫോർമേഷൻ എല്ലാം നടന്നു കഴിഞ്ഞാൽ ഹാർട്ട് സൗണ്ടുകൾ നമുക്ക് സ്റ്റെതസ്കോപ്പ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇൻ ദ സെക്കൻഡ് മന്ത് അനദർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഈസ് ദ ഫോർമേഷൻ ഓഫ് ലിംസ്. ഓക്കെ, ആൻഡ് ഡിജിറ്റ്സ്. ഓക്കെ, കൈകാലുകളും അവയുള്ള വിരലുകളും ഫോം ചെയ്യും ഡ്യൂറിങ് ദി തേർഡ് മന്ത് ഓഫ് ദ ലേറ്റർ ഫസ്റ്റ് ട്രൈംസ്റ്റർ. Okay, later period of the first trimester. During the third month, most of the organ systems are produced. Okay, the external genital organs are also formed during third month. Okay, ഇനി സെക്കൻഡ് ട്രൈംസ്റ്ററിലേക്ക് കടക്കുമ്പോൾ 5th month ഒരു ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച് ഉണ്ട്. ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി എംബ്രിയോ മേ ബി ഡിറ്റക്റ്റഡ്. ദെൻ ദ ഫോർമേഷൻ ഓഫ് ഹെയർ ഓൺ ഹെഡ്. ഓക്കെ, തലയിൽ മുടി ഒക്കെ ഫോം ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ് 5th month. ഡ്യൂറിങ് ദി 6th month അല്ലെങ്കിൽ സെക്കൻഡ് ട്രൈംസ്റ്ററിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് ഏതാണ്ട് അപ്രോക്സിമേറ്റ് 24 weeks ഓഫ് ദി ജസ്റ്റേഷൻ പീരീഡ് ദ ബോഡി ഹെയർസ് ഫോംഡ്. ഓക്കെ, കുഞ്ഞിൽ ശരീരത്തിലുള്ള രോമങ്ങൾ എല്ലാം ഫോം ചെയ്ത് തുടങ്ങും. ദെൻ ഐലിഡ്സ് ബിക്കം സെപ്പറേറ്റ്. ഓക്കെ, ജസ്റ്റേഷൻ പീരീഡിൽ തന്നെ ഹ്യൂമൻ ബീങ്സിൽ ഐലിഡുകളെല്ലാം സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ പിന്നെ 7, 8, 9 മാസങ്ങളെയാണ് നമ്മൾ തേർഡ് ട്രൈംസ്റ്റർ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ട്രൈംസ്റ്ററിൽ മറ്റുള്ള എല്ലാ ഡെവലപ്മെൻറ്റുകളും നടക്കും. 9ാമത്തെ മാസം അവസാനമാകുമ്പോഴത്തേക്ക് ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആൻഡ് ഇറ്റ് ഈസ് റെഡി ഫോർ ബർത്ത് ഓർ പാർച്യൂറിഷൻ. ഓക്കെ, പാർച്യൂറിഷന് തയ്യാറാവുന്ന തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും എംബ്രിയോയിൽ നടക്കും. ദ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ഫീറ്റസ് ബിക്കം റെഡി ഫോർ ഡെലിവറി. ഓക്കെ, നെക്സ്റ്റ് പാർച്യൂറിഷൻ ഓർ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി എന്നെല്ലാം പറയുന്ന പ്രോസസ്സാണ്. ദ എക്സ്പെൽഷൻ ഓഫ് ദ ഫീറ്റസ് ഫ്രം ദി മെറ്റേണൽ ബോഡി ഫ്രം മദേഴ്സ് ബോഡി ഈസ് ടേംഡ് ആസ് പാർച്യൂറിഷൻ. ഓക്കെ, അപ്പോൾ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള എംബ്രിയോ മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാർച്യൂറിഷൻ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിസൾട്ടഡ് ഡ്യൂ ടു a particular type of reflex which is known as fetal ejection reflex inside the body. Okay, the fetal ejection reflex is characterized by the production of certain signals from the fully developed fetus and also the placenta, which may cause some mild contractions of uterus. Okay, as a result of this fetal ejection reflex, the pituitary gland of the mother's body starts to produce a characteristic hormone called oxytocin. Okay, you know the oxytocin, which help the hormone which is responsible for the vigorous contraction of the smooth muscles in our body. Okay, as a result of the production of this oxytocin, the uterine wall or the myometrium layer of the uterine wall get contracted. Okay, it triggers the high level productions of the oxytocin from the maternal pituitary and may lead to some
vigorous contraction of the continuous vigorous contraction of the uterine wall results the ejection of the developed fetus. ഓക്കെ, ഓക്സിറ്റോസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് മദർ ബോഡിയിലെ ഈ യൂട്രൈൻ വാളിൻ്റെ കോൺട്രാക്ഷൻ വളരെ ശക്തിയേറിയതായി മാറുകയും ആ തുടർച്ചയായിട്ടുള്ള കോൺട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് മെച്ചുവേർഡ് ആയിട്ടുള്ള എംബ്രിയോ മാതൃശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. ഓക്കെ, പ്രോസസ് ഈസ് കാൾഡ് പാർച്യുറേഷൻ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ചൈൽഡ് ബർത്ത് വൈകുന്ന സമയത്ത് ഫുള്ളി അതായത് ജസ്റ്റേഷൻ പീരീഡ് കംപ്ലീറ്റ് ആവുകയും ചൈൽഡ് ബർത്ത് വൈകുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എമർജൻസി കണ്ടീഷനിൽ പെട്ടെന്ന് ചൈൽഡ് ബർത്ത് നോർമൽ ചൈൽഡ് ബർത്ത് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഡോക്ടേഴ്സ് ഇഞ്ചെക്ട് ചെയ്യുന്ന ഹോർമോൺ അപ്പോൾ ഏതായിരിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഓക്സിറ്റോസിൻ. ഓക്കെ, സോ oxytocin injection is helpful for the vigorous contraction of the uterine wall and it assists the process of childbirth. ഓക്കെ, ഇങ്ങനെ ചൈൽഡ് ബർത്ത് നടന്നതിന് ശേഷം പിന്നെ ലാക്ടേഷൻ ആണ് മാതൃശരീരത്തിൽ നടക്കേണ്ടത്. അപ്പോൾ ഈ ജസ്റ്റേഷൻ പീരീഡിൽ തന്നെ ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ദ ഡിഫറൻസിയേഷൻ ഓഫ് ദി സെൽസ് ഓഫ് ദി മാമറി ഗ്ലാൻഡ് ആൾസോ ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദി മദേഴ്സ് ബോഡി. ഓക്കെ, അപ്പോൾ ഗർഭകാലഘട്ടത്തിൽ തന്നെ മാതാവിൻ്റെ ശരീരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് കാൾഡ് ആൽവിയോലൈ ഓഫ് ദി മാമറി ഗ്ലാൻഡ് ഗെറ്റ് ഡിഫറൻഷിയേറ്റഡ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ഇറ്റ് സ്റ്റാർട്ട്സ് ടു പ്രൊഡ്യൂസ് മിൽക്ക്. ഓക്കെ, മിൽക്ക് സെക്രീഷൻ തുടങ്ങിയാണ് പ്രോലാക്റ്റിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളുടെയൊക്കെ സഹായത്തോടു കൂടി മിൽക്ക് പ്രൊഡക്ഷൻ ആരംഭിക്കും. അപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം the first milk is very characteristic one. ഓക്കെ, യെല്ലോ മിൽക്ക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു 3 ദിവസങ്ങളിലൊക്കെ ഫോം ചെയ്യുന്ന യെല്ലോ കളേർഡ് മിൽക്കിനെയാണ് നമ്മളൊരു പേര് വിളിക്കാറുണ്ട്, വിച്ച് ഈസ് കാൾഡ് കൊളോസ്ട്രം. ഓക്കെ, which is called colostrum or yellow milk, the first milk. Okay, very important one. So this colostrum contain various types of antibodies and nutrient substances which are very important for the development of immune power of the newborn child, right? അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രം എന്ന് പറയുന്ന ഈ ഫസ്റ്റ് മിൽക്ക് വളരെ പ്രധാനമാണ്, കുഞ്ഞിന് ലഭിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 2 വയസ്സ് വരെയുള്ള ബ്രസ്റ്റ് ഫീഡിങ് ഇറ്റ് ഈസ് ആൾസോ ഹെൽപ്ഫുൾ ഫോർ ദ ഹെൽത്തി ഗ്രോത്ത് ഓഫ് ദി ചൈൽഡ് ഡ്യൂറിങ് ദി ഏർലിയർ ഡേയ്സ്. ഓക്കെ, ഇതോടുകൂടി സുവോളജിയിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന എക്സർസൈസ് ചോദ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിലെ മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് പകർത്തി എക്സർസൈസ് കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമുക്ക് നല്ല രീതിയിൽ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് കരുതുന്നത്. എല്ലാവരും ഈ എക്സർസൈസ് ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ കണ്ടെത്തി അത് നോട്ട്ബുക്കിൽ പകർത്തി എഴുതുക. ഓക്കെ.